നിങ്ങളോട് പറയട്ടെ, കേട്ടോ സഹോദരന്മാരെ, നിഹായ ഉദ്ധരിച്ച് ഞാൻ മുമ്പ് പ്രസംഗിച്ചില്ലേ? മുമ്പ് നിങ്ങൾ കേട്ടതാണ്. എന്നാൽ അത് പൊളിച്ചു കളയണമെന്ന് മൗലവി പറഞ്ഞില്ലേ? അതൊന്ന് വെക്കുമോ? ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും അത് സംരക്ഷിക്കലും? പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ ഒരൊറ്റ ഹദീസിൽ ഖുർആനിലും ഹദീസിലും ഇല്ല. ഉണ്ടെങ്കിൽ ഇമാം ഗസാലി അത് പറയില്ല, ഇമാം റംലി പറയില്ല, ഇബ്നു ഹജർ പറയില്ല. ഖുർആനിലും ഹദീസിലും മഹാന്മാരെ ജാറത്തിന്മേൽ ഖുബ്ബ പണിയിൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഞാനതൊക്കെ മുമ്പ് വിശദീകരിച്ചതാണ്. അനധികൃതമായി പള്ളി ഒരു സ്ഥലത്തുണ്ടാക്കിയ പള്ളി പൊളിക്കണം, മദ്രസ ഉണ്ടാക്കിയ മദ്രസയും പൊളിക്കേണ്ടി വരും. ഇതുപോലെ അനധികൃതമായ സ്ഥലത്ത് ഏത് കെട്ടിടം ഉണ്ടാക്കിയാലും പൊളിക്കണം, അത് മഖ്ബറയായാലും പൊളിക്കണം. അതൊക്കെ ഫിഖ്ഹിന്റെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അല്ല അതാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സവൈതുഹു എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ. അത് ഖബർ കൂർപ്പിച്ചുകൊണ്ടുള്ള ഖബർ പരത്താനാണെന്നും ഒരു ചാണാക്കി ചുരുക്കാനാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങൾ പെരികത്തൂർ മഖബറയിൽ പോയിട്ടില്ലേ? അവിടുത്തെ ഖബർ പൊങ്ങി കാണുന്നുണ്ടല്ലോ. അത് ഖബർ പൊക്കിയതല്ല കേട്ടോ, ഖബറിന്റെ മേലെ പെട്ടി വെച്ചതാണ്, മരത്തിന്റെ പെട്ടി വെച്ചതാണ്, അതിന്റെ മേലെ തുണിയിടുകയാണ്. ഇത് തന്നെയാണ് റൗളാ ശരീഫിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ പെട്ടി വെച്ചിട്ട് അതിന്റെ മേലെ തുണിയിടുന്ന ഏർപ്പാട് ലോകമൊട്ടാകെയുണ്ട്. അത് തെറ്റുള്ളതല്ല, അത് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു ചാണിന്റെ മേലെ ഖബർ തന്നെ അങ്ങ് ഉയർന്നാലോ, അതിന് തെറ്റില്ല എന്ന് ഫത്ഹുൽ ബാരിയിലുണ്ട്, ഖസ്തല്ലാനിയിലുണ്ട്. അതിന് തെളിവ് ബുഖാരിയിലെ ഹദീസ് ഞാൻ മുമ്പ് ഇവിടെ വായിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും മൗലവി കാമ എന്ന് മിണ്ടിയിട്ടില്ല. മൗലവി ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? ഒരു ചാണിലധികം ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത്? നേരെ മറിച്ച് ശിർക്കാണ് എന്നാണോ ഹറാമാണ് എന്നാണോ പറഞ്ഞ? എന്താണ്? ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഒരു ചാണ് ഖബർ, ഒരു ചാണാകുന്നത് കൂടുതൽ ഉത്തമമാണ്. കൂടുതൽ ഉത്തമം ഒരു ചാൺ ഉയരമുണ്ടാകുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉയരമുണ്ടായാൽ അതിന്റെ നിയമം എന്താണ്? അത് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? ജായിസാണ്, ജായിസാണ്. എങ്ങനെ പറഞ്ഞു? വെറുതെ പറഞ്ഞതാണോ? സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് അതിന് തെളിവ്. സഹീഹുൽ ബുഖാരി കാണാം, വഖാല ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തുനി, എന്നെ ഞാൻ കാണുന്നു, വനഹ്നു ശുബ്ബാനുൻ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന സമയം, ഫീ സമാനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത്, വഇന്ന അസദ്ദനാ വസുബത്തൻ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന വ്യക്തി, അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ബിൻ മദ്ഊൻ, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്ന ആളാണ്. ഹത്താ യുജാവിസഹു, അങ്ങനെ ഏറ്റവും ഉയരത്തിൽ ചാടുന്ന ആള്, അതാ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. ചെറുപ്പക്കാരായ ഞങ്ങള് സഹാബികളെ കാലത്ത് ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്ന, ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർക്ക് മാത്രമേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഉയരം സഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് ഉണ്ടായിരുന്നു എന്നാരാ പറഞ്ഞത്? ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അതാരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഓ സഹോദരാ, ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ നിശാങ്കല്ല് വെച്ചത്, നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മീസാങ്കല്ല് വെച്ചത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മറവ് ചെയ്യപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന് അതിന്റെ ഉയരമാണ് വിവരിക്കുന്നത്. എത്ര? ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ ചാടിക്കിടക്കാൻ കഴിയൂ. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശാഫി ഇമാം എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി അറിയുന്ന മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ സറഹിൽ പറയുന്നു, വഫീഹി ജവാസു തഅരിയത്തുൽ ഖബ്രി, ഖബർ ഉയരൽ ജായിസാകും എന്നതിന് ഇതിൽ തെളിവുണ്ട്. ഖബർ ഉയർന്നാൽ അത് ഹറാമല്ല, ശിർക്കല്ലെന്ന് മാത്രമേ ഹറാമോ ഇല്ല, അത് ജായിസാണെന്നതിൽ തെളിവുണ്ട്. അത് തന്നെ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത്?
അതേ മുനാസബത്തു ദാലിക ലിതർജമത്തി മിൻ ഹൈസു ഇന്ന വദാൽ ജരീദി അലൽ ഖബ്രി യുർശിദു ഇലാ ജവാസി വദഇ മാ യർതഫിഉ ബിഹി വഹറുൽ ഖബ്രി അലൽ അർളി. അതേ ഉയരമുണ്ടാകുന്നത് ജായിസാണെന്നതിന് തെളിവാണ്. അപ്പൊ ഇമാമിങ്ങളൊക്കെ പറഞ്ഞ എന്താണ്? ഒരു ചാണായാൽ ഏറ്റവും നല്ലതാണ്, ഉയർന്നാൽ അതിന് തെറ്റില്ല എന്നാണ്. ഇനി സഹോദരാ ശരിക്കും മനസ്സിലാക്കി ഷാഫി ഇമാം പറഞ്ഞ് മനസ്സിലായി. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനല്ലേ, ഇമാം ഖസ്തലാനിക്കല്ലേ, അല്ല ഹുസൈൻ സലഫിക്കാണോ ഷാഫി ഇമാമിന്റെ വാക്ക് മനസ്സിലാവുക? ഞങ്ങൾ ഷാഫി ഇമാമിനെതിരാണെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, ഷാഫി ഇമാമിന്റെ മഖ്ബറ ആചാരത്തിന്റെ ഉയരവും വലിപ്പോ നിങ്ങൾക്കറിയോ? ഞാൻ ഈജിപ്തിൽ പോയി അത് സിയാറത്ത് ചെയ്തവനാണ്. ഞാൻ പറയട്ടെ, ആ മഖ്ബറയെ സംബന്ധിച്ച് നവവി ഇമാം റളിയല്ലാഹു അൻഹു എന്താ ശറഹുൽ മുഹല്ലബിൽ പറഞ്ഞത്? ആ മഖ്ബറയെ സംബന്ധിച്ച് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച മഖ്ബറ എന്നല്ലേ പറഞ്ഞത്? യോജിച്ച ഖുബ്ബ എന്നല്ലേ പറഞ്ഞത്? നവവി ഇമാമിനെക്കാൾ ഷാഫി ഇമാമിന്റെ വാക്ക് തിരിയുന്നവൻ ആരാണ് മൗലവി?